അഷിത വിടവാങ്ങി. കഥാകാരി അഷിത അന്തരിച്ചു. 63 വയസ്സായിരുന്നു. പുലർച്ചെ 1 മണിയോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ദീർഘകാലമായി രോഗബാധിതയായിരുന്നു. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഏതു ഘട്ടത്തിലായി? ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് സാഹിത്യകാരി, എഴുത്തുകാരി അഷിതയുടെ മരണം സംഭവിച്ചത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ദീർഘനാളായി അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു ഇവർ. കഴിഞ്ഞ ദിവസം രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഇന്നലെ രാത്രി 1 മണിയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. രാത്രി തന്നെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരിയുടെ മൃതദേഹം തൃശ്ശൂർ കിഴക്കമ്പാട്ടുള്ള വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. വീട്ടിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അഷിതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ, അതുപോലെ തന്നെ പലതരത്തിൽ പല ഭാഗങ്ങളിൽ നിന്നായുള്ളവർ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും 10 മണിയോടുകൂടി തന്നെ മരുമകനും ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം 12 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. തൃശ്ശൂരിലെ തന്നെ പാറമേക്കാവ് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പ്രധാനമായും മരണത്തിന് തൊട്ട് മുമ്പ് തന്നെ മറ്റൊരിടത്ത് കൊണ്ടുപോയി പൊതുദർശനമൊന്നും വെക്കരുത് എന്ന് അഷിത തന്നെ നേരത്തെ ബന്ധുക്കളെയും മറ്റും അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് വീട്ടിൽ മാത്രമായി പൊതുദർശന ചടങ്ങുകൾ ഒരുക്കിയിരിക്കുന്നത്. 1956 തൃശ്ശൂർ പഴയന്നൂരിലാണ് അഷിത ജനിച്ചത്. ഇപ്പോൾ മരണസമയത്ത് 63 വയസ്സുണ്ടായിരുന്നു. ഡൽഹിയിലും മുംബൈയിലുമായിരുന്നു വിദ്യാഭ്യാസം. തുടർന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം എടുത്തത് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നാണ്. ഏതാണ്ട് 20ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. വിവർത്തകയായും ചെറുകഥാകൃത്തായും കവിയത്രിയായും ബാലസാഹിത്യകാരിയായുമെല്ലാം കഴിവ് തെളിയിച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ് അഷിത. ഒപ്പം തന്നെ അഷിതയുടെ വിയോഗം മലയാള സാഹിത്യ ലോകത്തിന് തന്നെ വലിയ തോതിലുള്ള തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേറിട്ട രചനകളിലൂടെ തന്നെ സ്വന്തമായ ഒരു ഇടം കണ്ടെത്തിയ ഒരു എഴുത്തുകാരി കൂടിയായിരുന്നു അഷിത. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രിയപ്പെട്ട കഥാകാരിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. മൃതദേഹം ഇന്ന് 12 മണിയോടുകൂടി സംസ്കരിക്കും. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. തുറന്ന എഴുത്തുകളിലൂടെ വാക്കിനും വരികൾക്കും വേറിട്ട ഭാവുകത്വം നൽകിയ കഥാകാരിയായിരുന്നു അഷിത. 63 വയസ്സിൽ അർബുദത്തോട് പൊരുതി ആ ജീവിതം അവസാനിക്കുമ്പോൾ മലയാള സാഹിത്യത്തിലെ ഒരു നിശബ്ദ വസന്തമാണ് കൊഴിയുന്നത്. എഴുതിയാൽ ഭ്രാന്തു വരുമെന്ന് പറഞ്ഞ് എന്നെ മുറിയിൽ പൂട്ടിയിട്ടു. ഞാൻ ആ മുറിയിൽ നഖം കൊണ്ട് കവിത കോറിയിട്ടു. അവസാന അഭിമുഖത്തിൽ അഷിത തന്റെ സാഹിത്യ വഴികളെ ഓർത്തെടുത്തത് ഇങ്ങനെയായിരുന്നു. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ തന്നെ അനാഥത്വത്തിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയായിരുന്നു അഷിത. ആ തീവ്രാനുഭവങ്ങൾ അവരെ എഴുത്തുകാരിയാക്കി. അല്ല, ആ തീവ്രവേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കുള്ള വഴി എഴുത്തു മാത്രമായിരുന്നു. തൃശ്ശൂരിലെ പഴയന്നൂരിൽ 1956 ജനനം. മുംബൈയിലെയും ഡൽഹിയിലെയും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം മഹാരാജാസിൽ നിന്നും ബിരുദാനന്തര ബിരുദം. എഴുതിയത് 20ഓളം കൃതികൾ, വിസ്മയ ചിത്രങ്ങൾ, അപൂർണ വിരാമങ്ങൾ, നിലാവിന്റെ നാട്ടിൽ, ഒരു സ്ത്രീയും പറയാത്തത്, പദവിന്യാസങ്ങൾ, അങ്ങനെ നീണ്ടു അഷിതയുടെ രചനകൾ. ഒന്നാം തരം വിവർത്തനങ്ങളിലൂടെ ലോക സാഹിത്യത്തെ മലയാളത്തിലേക്ക് മൊഴിമാറ്റുകയും ചെയ്തു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഇടശ്ശേരി പുരസ്കാരം, ലളിതാംബിക അന്തർജനം അവാർഡ് എന്നിവയൊക്കെ തേടിയെത്തി. അർബുദ വാർഡിൽ നിന്ന് അവസാനം എഴുതിയ കുറിപ്പിൽ അഷിത പറഞ്ഞു, ക്യാൻസർ എനിക്ക് നൽകിയത് യാതനയും വേദനയും സ്നേഹവും പരമോന്നത ബോധവുമാണ്. കഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവുമായി നടത്തിയ ദീർഘഭാഷണമാണ് അഷിതയുടേതായി ഒടുവിൽ പുറത്തുവന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അഭിമുഖകാരൻ എഴുതി, അമർത്തിപ്പിടിച്ച ചിരിയും അകഞ്ഞരമ്പ് പൊട്ടുന്ന കരച്ചിലുമായിരുന്നു അഷിത. ഉണങ്ങാതെയും കരിയാതെയും പച്ചമുറിവായി ജീവിച്ച എഴുത്തുകാരിക്ക് പ്രണാമം. കൾച്ചറൽ ഡെസ്ക്, ന്യൂസ് 18.